ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് KS ബൈജു അപേക്ഷ സമർപ്പിച്ചത്. അതേസമയം അറസ്റ്റിലായ ദേവസ്വം മുൻ മെമ്പർ ശങ്കർദാസിന്റെ റിമാൻഡ് വീണ്ടും നീട്ടും. തിരുവാഭരണം മുൻ കമ്മീഷണറായിരുന്ന KS ബൈജു ആദ്യം അറസ്റ്റിലാകുന്നത് കട്ടിളപ്പാളി കേസിലാണ്. റിമാൻഡിലായി 90 ദിവസം പൂർത്തിയായത് കാട്ടിയാണ് സ്വാഭാവിക ജാമ്യത്തിനായി വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഹർജിയിൽ വാദം പൂർത്തിയായി. ഉദ്യോഗസ്ഥനെന്ന നിലയിലാണ് KS ബൈജു സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായത്. അതേസമയം സന്നിധാനത്ത് KS ബൈജുവിന് സ്ഥിരമായി ഡ്യൂട്ടിയില്ലായിരുന്നുവെന്നും ആറന്മുളയിലെ ഓഫീസിലായിരുന്നുവെന്നുമാണ് പ്രതിഭാഗം വാദം. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് KS ബൈജുവിന് പങ്കില്ലെന്നും പ്രതിഭാഗം വാദമുയർത്തി. അതേസമയം റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായത് പരിഗണിച്ച് കട്ടിളപ്പാളി കേസിൽ KS ബൈജുവിന് വിജിലൻസ് കോടതി ജാമ്യം നൽകും. എന്നാൽ ദ്വാരപാലക ശില്പ കേസിൽ ഈ മാസം 25-നാണ് ജാമ്യ ഹർജി സമർപ്പിക്കുക. റിമാൻഡ് തുടരുന്നതിനാൽ ഉടൻ ജയിൽ മോചിതനാകാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ദേവസ്വം മുൻ പ്രസിഡന്റ് N വാസു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ഇതോടെ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം 5 പേരാണ് ജാമ്യം നേടി ജയിൽ മോചിതരായത്. അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് വീണ്ടും നീട്ടും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കില്ല. ജനം, കൊല്ലം.